എൻ്റെ കക്ഷി ഉണ്ണിക്ക് 134 നമ്പർ കേസ് പ്രകാരം 20,000 രൂപ പിഴ ഈടാക്കിയിരിക്കുകയാണ്. ടിയാന് നിത്യദാരിദ്ര്യത്താലും മാറാരോഗത്താലും വലയുന്നതിനാൽ വിധിത്തുക ഒടുക്കുന്നതിന് 6 മാസ സാവകാശം അനുവദിച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു. 6 മാസോ? ആ എന്തേ 6 മാസം ഈ 20,000 രൂപ എന്റെ കയ്യിലിരുന്നാ നിങ്ങൾക്ക് കഴിക്കുവോ? ഇല്ല സർ. പിന്നെന്താ എഴുതിക്കോ. സാർ സാർ ആ എനിക്ക് ശമ്പളം തന്നിട്ടില്ല. എനിക്കും. ഇതാണല്ലോ നിങ്ങളുടെയൊക്കെ കുഴപ്പം. എന്തെങ്കിലും ഒരു പണി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അപ്പ ശമ്പളം ചോദിക്കും. സാർ കഴിഞ്ഞ മാസം ഈ മാസം എന്തായാലും തരാന്ന് പറഞ്ഞതാ. മലമറിക്കുന്ന ജോലിയൊന്നും ഇവിടെ ഇല്ലല്ലോ. ഇത് അങ്ങേരെ എന്തെങ്കിലും പറയുന്നത് കുത്തിപ്പിടിച്ചെടുത്ത് എഴുതല് മാത്രല്ലേ? അല്ലാത്തൊരു കഷ്ടമുണ്ട്. എന്നാലും സാർ ഇതൊക്കെ അങ്ങനെയൊക്കെയുള്ള വാ അങ്ങോട്ട് ചോദിച്ചാ ചെല്ലി ചെല്ലി. 2 പേർക്കും തരാം. സാർ ശരി ശരി പോയിക്കോളൂ. അല്ല സാർ ഇത് സാറേ എനിക്ക് 4 മാസത്തെ ശമ്പളം ഉണ്ട്. ഇപ്പൊ അതേ ഉള്ളൂ, ബാക്കി ഞാൻ പിന്നെ തരാം. ഇതിൽ നല്ലത് വല്ല തൊഴിലുറപ്പിനും പോണതായിരുന്നു. ഒന്നുമില്ല സാർ. തൽക്കാലം അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യൂ, ബാക്കി പൈസ ഞാൻ പിന്നെ തരാന്ന് പറഞ്ഞില്ലേ? ഇല്ലാത്തത് കൊണ്ടല്ലേ? അതല്ല ഇല്ലാത്തോണ്ട്. ഇപ്പൊ ശമ്പളമൊക്കെ കിട്ടിയല്ലോ, ഇനിയെങ്കിലും സന്തോഷത്തോടു കൂടി ജോലി ചെയ്യാമല്ലോ. നമസ്കാരം. നമസ്കാരം. അല്ല തന്നെ ഇപ്പൊ ഈ വഴിക്കൊന്നും കാണാറില്ലല്ലോ. എന്റെ സാറേ കേസ് വേണ്ടേ, കിട്ടണ്ടേ സംഭവം. എടോ മന്മത, താൻ കഴിഞ്ഞ മാസം ഒരൊറ്റ കേസാണ് തന്നത്. ഇല്ലെങ്കിൽ 8ഉം 10ഉം ആക്സിഡന്റ് കേസുകളോ കൊണ്ടുതരുന്നാണല്ലേ. ഇനിയിപ്പോ കേസ് ഉണ്ടാക്കാനായിട്ട് എനിക്ക് കൊണ്ടുപോയി വണ്ടി ഇടിക്കാനൊന്നും പറ്റില്ലല്ലോ. അല്ല ഈ ആക്സിഡന്റ് കേസുകളിലെ മരിച്ച കേസുകളൊന്നും വരുന്നില്ലല്ലോ. ഇനിയിപ്പോ ഞാൻ ആളെ കൊല്ലണമെന്നാണ് സാറ് പറഞ്ഞു വരുന്നത്. അങ്ങനെയല്ല. അല്ല അതിനെ ആശുപത്രിയിലെ ഡോക്ടർമാര് വിചാരിക്കണം, അല്ലേ പിന്നെ ഞാൻ തന്നെ പോയി തല്ലി കൊല്ലേണ്ടി വരും. നീ അങ്ങനെ എങ്ങാനും ചെയ്തിട്ട് എന്റെ കേസ് സാറ് വാദിക്കും, എന്നിട്ട് ഞാൻ അകത്ത് കിടക്കും. ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. ആ ശീതള, ഇപ്പൊ എങ്ങനെയുണ്ട് കൈക്ക്? ഒരുവിധം കൊള്ളാം സാറേ, അറിയില്ലേ? ഇല്ല, എനിക്ക് നല്ല പരിചയം തോന്നണു, അതാ ഞാൻ നോക്കിയേ. മാഷേ എന്നെ മനസ്സിലായില്ലേ അല്ലേ? ഇല്ല. LP സ്കൂളിലെ അധ്യാപകൻ ശീതളൻ, ഓർമ്മയുണ്ടോ? ഓർമ്മ അങ്ങോട്ട് ശരിക്കും കിട്ടുന്നില്ല. ആപ്പിള് അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നായിരുന്നു, 356-ാമത്തെ റൂം. ഇപ്പൊ ഓർക്കുന്നുണ്ട്. ഒന്നാമത്തെ എങ്ങനെ ഓർമ്മ ഉണ്ടാവുക, വർഷം ഒന്നും കഴിഞ്ഞില്ലേ നമ്മൾ ഈ നടപ്പ് തുടങ്ങിയിട്ട്. ഞങ്ങളിവിടെ കൊണ്ടുവന്ന് കുടിക്കുന്നത് താങ്കളല്ലേ? അതുകൊണ്ട് നഷ്ടമൊന്നും ഉണ്ടാവില്ല. അതെ അതെ. അപ്പൊ ശീതള, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അത് അതുപോലെയൊക്കെ ചെയ്യണം. നമുക്കിപ്പോ കൈമുട്ട് മടക്കാനും നിവർത്താനും കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പരാതി. എങ്ങനെ? കൈമുട്ട് നിവർക്കാനും മടക്കാനും കഴിയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എതിർഭാഗം വക്കീൽ ചോദിക്കാവുന്ന ചില ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കാം. മിസ്റ്റർ ശീതളൻ, താങ്കൾക്കിപ്പോൾ കൈ മടക്കാനും നിവർത്താനും കഴിയുന്നുണ്ടോ? എനിക്കിപ്പോ മടക്കാനും നിർത്താനും കഴിയില്ല കൈ. ശരി, കഴിയുന്നില്ല. ഈ ആക്സിഡന്റിന് മുമ്പ് താങ്കൾ കൈ എത്രമാത്രം മടക്കുകയും നിവർത്തുകയും ചെയ്തിരുന്നു? അന്ന് ധാരാളം പറ്റിയിരുന്നു, നല്ലപോലെ കൈ മടക്കുകയും നിർത്തുകയും ചെയ്തിരുന്നതാണ്. ഇപ്പൊ കോടതിക്ക് മനസ്സിലാവൂലേ ഈ കൈക്ക് കുഴപ്പമൊന്നുമില്ലാന്ന്? ശരിയാവില്ല സുധാ. അയ്യോ സാർ, ഒരു പ്രാവശ്യം കൂടി ചോദിച്ചോളൂ, ഇനി തെറ്റിക്കാഞ്ഞാ മതിയല്ലോ. ശരി മിസ്റ്റർ ശീതളൻ, താങ്കൾ ഒരു ആ ബട്ടൺസ് ഒന്ന് ഇടൂ. കണ്ടോ കണ്ടോ പോയില്ലേ? മാഷെ കൈ മടക്കില്ലേ ഇപ്പൊ ബട്ടടെ? ഞാൻ പറഞ്ഞില്ലേ കൈ മടക്കല്ലേന്ന്. ഇത് ശരിയാവില്ലേ സാർ? വേണ്ട വേണ്ട, നിങ്ങൾ അങ്ങോട്ട് ചെല്ലു. എന്ത് ചെയ്യാൻ പോവാ? മാഷിങ്ങോട്ട് വരും. കേസ് ജയിക്കണ്ടേ? ക്ലെയിം മേടിക്കണ്ടേ? എന്താ മാഷേ ഇത്? അതൊക്കെ അവര് ചെയ്യുന്നില്ല. ഇതെന്താ ഇതൊക്കെ ഞാനൊരു 5-6 മാസം നടന്നതാണ് സാർ. ഇത് എത്ര വേണം? എന്താ പരിപാടി? എത്ര വേണം?
വേണ്ട, പകുതി മതി. പകുതി മതി. എന്താ ചെയ്യാൻ പോണേ? ഈ ചെറുതെടുത്ത പോരെ ആ ചെറുതൊന്നെടുത്തോ. അതെ ഇപ്പൊ അസുഖമൊന്നുമില്ല, നിങ്ങൾക്ക് അതറിയാലോ. ഒന്നുമില്ല കൈ വെക്കും, കൈ വെക്കും, കൈ വെക്കും. ഇതൊക്കെ ഇപ്പൊ ശരിയാവും. കാശ് മേടിക്കണ്ടേ? കയ്യിൽ അതിന് മടക്കാൻ പാടില്ല. അധികം സാറ് നോക്കി. ഇതൊക്കെ നമ്മളെ ഞാൻ അതിലും മിണ്ടായിരിക്കണേ, ഞാനും കൂടെ അതിൽ ഒന്ന് ഇടപെടണല്ലോ. എന്താ ഇതിപ്പോ എന്തിനാ ഇത് ഇങ്ങനെ അയ്യോ അത്രയും മുറിക്കാൻ കൈ മനസ്സിലാവുന്നില്ല. വേദനിക്കും. അത് കുഴപ്പമില്ല. ശരിയാക്കിയ കുഴപ്പമില്ല, ഇത് അവിടെ എത്ര പഴിച്ചാലും മതി. ആൾക്കാർ കാണാം. അതൊക്കെ ഞാൻ പിന്നീട് അഴിക്കാം. എന്റെ കൊച്ചെ ഒന്ന് പതുക്കെ പിടിക്കുന്നുണ്ടോ? താഴേക്ക് ഇട്ടാ മതി. ഇനി നിങ്ങളൊന്ന് മടക്കി, കൈ മടക്കി, കൈ മടക്കി, കൈ ഒന്ന് മടക്കി കാണിക്ക്. മടക്കി എങ്ങനെയാ പറ്റുക? അത്രേ ഉള്ളൂ കഥ. ഇത്രേ ഉള്ളൂ കഥ. എന്റെ ചേട്ടനതല്ലാതെ ചെയ്തോളായിരുന്നു. അപ്പൊ അങ്ങനെ മടക്കാതിരിക്കാൻ കെട്ടിയിരിക്കുക. ഇതേ ഈ LP സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ആളുകളുടെ ചിലപ്പം ബുദ്ധി അത്രേ കാണുള്ളൂ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യിച്ചത്. അതല്ല, എന്നാ ഞാനൊരു ബുദ്ധി പറയാം. ഇതിപ്പോ ഈ കെട്ടി വെച്ചോണ്ടാണോ തനിക്ക് ഇത് കൈ മടക്കാൻ പറ്റാത്തതെന്ന് അവർ ചോദിച്ചാലോ? ഭാഷ കെട്ടിവെച്ചത് അവര് കാണുന്നില്ലല്ലോ. കെട്ടിവെച്ചത് അവര് കാണുന്നില്ലല്ലോ. കണ്ടോ? ഇനി അത് പറയാഞ്ഞാ മതി അവിടെ ചെന്ന് ഇവിടെ മുള വെച്ച് കെട്ടിയിട്ടുണ്ടെന്ന്. ശീതള, 11 മണിക്ക് കോടതി വിളിക്കും. ആ സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടാവണം. ഞാൻ അങ്ങോട്ട് വരും. ഈശ്വര, അല്ല ഇത് എത്ര മണിക്കാ കഴിയാ അവിടെ? ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ അത്രേ കാണും. അവരിത് കണ്ടുപിടിച്ചിട്ട് പിന്നെ ശീതളേട്ടനെ ജയിലിൽ പിടിച്ചിടൂലല്ലോ. ഞാനില്ലേ? അല്ല ചോദിക്കാണ്, സംശയമാണല്ലോ. പിന്നെന്താ? ഇത് നേരത്തെ കഴിഞ്ഞില്ല വെച്ചാൽ ഊണും കഴിക്കാൻ പറ്റില്ല, അത് കെട്ടി വെച്ചിട്ട്. ഓരോ കാര്യങ്ങൾ. ഇത് ക്ലെയിമിന്റെ കമ്മീഷൻ വാങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കരുതാക്കടുത്തൊന്നും പറയരുത്. കണ്ടോ? ഹലോ, ആക്സിഡന്റാ? എവിടെ? ഞാനെത്തി. ശരി ശരി, പിടിക്ക്, പിടിക്ക്, പിടിക്ക്. വിടണ്ട, ഞാനെത്തി. വേറെ കോള് കിട്ടിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പോ. എല്ലാം എടുത്തോണം, പേപ്പർ എല്ലാം എടുത്തോണം. അവിടെ ചെന്നിട്ട് എന്നെ വെള്ളം കുടിപ്പിക്കരുത്. ഇല്ല ഇല്ല. അല്ലെങ്കിൽ വെള്ളം കുടിച്ചിരിക്കുകയാണ്. എല്ലാം എടുത്തില്ലേ? ആ സാറേ, ആ കൂടി എനിക്കുള്ളത് 10 സെൻറ്റ് സ്ഥലമാണ്. ഇവനാണ് എൻ്റെ മൂത്ത മകൻ. ഇവന് താമസിക്കാൻ വേണ്ടി അവൻ്റെ ഭാര്യയ്ക്കും അവനും വേണ്ടി ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു 5 സെൻറ്റ് സ്ഥലം ഞാൻ കൊടുത്തവന്. ബാക്കി 5 സെൻറ്റ് സ്ഥലത്തിനാണ് ഞാൻ ജീവിക്കുന്നത്. സാറേ, ഇപ്പം എനിക്ക് പുറത്തേക്ക് പോകാൻ വഴിയില്ല. ഇവൻ്റെ വളപ്പിൽ കൂടി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ മുട്ടുകാല് തല്ലി ഓടിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ പറയാമോ? എൻ്റെ പൊന്ന് സാറേ, ഈ 5 സെൻറ്റ് ഞാൻ ചോദിച്ചിട്ടൊന്നും തന്നതല്ല. വളരെ സമാധാനമായിട്ട് ജീവിക്കായിരുന്നു ഞാൻ. അപ്പൊ ഈ ഇരിക്കണ അച്ഛൻ എന്നോട് പറഞ്ഞു, നീ മൂത്തവനല്ലേ, നീ കല്യാണം കഴിക്കുന്നു പറഞ്ഞു. അച്ഛൻ പറഞ്ഞ പെണ്ണിനെ തന്നെ ഞാൻ കല്യാണം കഴിച്ച് 3 മാസം കഴിഞ്ഞപ്പോ തന്നെ അച്ഛൻ അലമ്പ് തുടങ്ങി. എന്തലമ്പ്? അച്ഛൻ്റെ അലമ്പൊന്നും പറയാതിരിക്കുകയാണ് ഭേദം. അങ്ങനെ തന്നെ വീട്ടിലാകെ പ്രശ്നമായപ്പോൾ ആളുകളൊക്കെ കൂടി നമ്മുടെ ബന്ധക്കാരൊക്കെ ഒന്നൊരു തീരുമാനം ഉണ്ടാക്കി. അപ്പൊ അച്ഛൻ പറഞ്ഞു, ആദ്യം കല്യാണം കഴിച്ച ആൾ മാറി താമസിക്കാൻ പറഞ്ഞു. അപ്പൊ സാറേ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അച്ഛനല്ലേ മാറി താമസിക്കേണ്ടത്, അച്ഛനല്ലേ നമ്മുടെ വീട്ടിൽ ആദ്യം കല്യാണം കഴിച്ചതെന്ന് ചോദിച്ചു. അതല്ലേ സാറേ മര്യാദ?